ഹായ്, ഹലോ, ഞാൻ അൻവർ. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം എല്ലാവരും ലോകകപ്പ് ഫുട്ബോളിന്റെ പുറകിലായിരുന്നു. ഇപ്പോഴതിന് തിരശ്ശീല വീണു. ഇനിയൊരു 4 വർഷങ്ങളോളമുള്ള കാത്തിരിപ്പ്, തയ്യാറെടുപ്പുകൾ, എത്ര മനോഹരമായാണ് നമ്മൾ അതിനെ ആസ്വദിച്ചത്, വരവേറ്റത്. എത്ര ഐക്യമാണ് നമ്മളവിടെ കണ്ടത്. രാജ്യങ്ങൾ തമ്മിൽ, ഭാഷകൾ തമ്മിൽ ഒരു വിഭാഗീയതയും ഉണ്ടായിരുന്നില്ല. വന്ന് കളികളിൽ ഇത്തിരി രാഷ്ട്രീയം വരുന്നത് ഒഴിച്ചാൽ അത് മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് ചോദിക്കാനുള്ളത് ചോദ്യം ഇനിയാണ്. ഈ ഫുട്ബോളില്, ഈ ഗെയിംസിനുള്ള ഒരുമ പോലും, ഇത്ര യൂണിറ്റി പോലും രാജ്യങ്ങൾ തമ്മിൽ എന്തുകൊണ്ട് യുദ്ധം വേണ്ട, യുദ്ധമില്ലാത്തൊരു രാജ്യത്തിന് വേണ്ടി പ്രതികരിക്കുന്നില്ല എന്നാലോചിക്കുമ്പോഴാണ്. യുദ്ധമില്ലാത്തൊരു രാജ്യത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നമുക്കറിയാം, പുരാതന കാലം മുതലേ അധിനിവേശവും വെട്ടിപ്പിടിക്കലും അക്രമവും ഉണ്ടായിരുന്നു. മനുഷ്യരാശി കാലങ്ങൾ മറയുന്നതിനനുസരിച്ച് പുരോഗമനവും ബുദ്ധിയും വിവേകവും കൂടുമ്പോൾ പല വേണ്ടായികളും പല കാര്യങ്ങളും മാറ്റിവെച്ച് മികച്ചതായി കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് യുദ്ധം മാത്രം മാറ്റിവെക്കുന്നില്ല? മനുഷ്യരാശിക്ക്, ഈ ഭൂഗോളത്തിലെ സകല ജീവനുള്ളവർക്കും ജീവനില്ലാത്തവർക്കും എല്ലാറ്റിനും നാശം വരുന്ന യുദ്ധത്തിനെതിരെ എന്തുകൊണ്ടൊരു ഐക്യം സംഘടിപ്പിക്കപ്പെടുന്നില്ല? എനിക്ക് ചോദിക്കാനുള്ളത് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടാണ്. നമ്മളതിനെ ഏത് രീതിയിൽ നമുക്ക് പ്രതികരിക്കാം? യുദ്ധത്തിനെതിരെ, സമാധാനത്തിന് വേണ്ടി. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ആയുധം ഒരു മൊബൈൽ ഫോണാണ്, ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലെങ്കിലും ഞാൻ യുദ്ധത്തിനെതിരാണ്, ഞാൻ ഇതിനെ അനുകൂലിക്കുന്നില്ല ഒരു പ്രസ്താവന നിങ്ങൾ ഇറക്കൂ. അതൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആയിട്ടോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഇരുട്ടിലാക്കിക്കൊണ്ട് യുദ്ധത്തിനെതിരെ. ഇല്ലെങ്കിൽ കാലം നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തു? അതിദാരുണമായി ലോകത്തുള്ള ദുർബലരായിട്ടുള്ള എത്രയോ ജനങ്ങൾ, എത്രയോ നിരപരാധികൾ ദിവസവും കൊന്നൊടുക്കപ്പെടുന്നു. എത്രയോ ബാല്യങ്ങൾ ബലികഴിക്കപ്പെടുന്നു. കാരണം എന്തെന്ന് പോലും അറിയാതെ അവർ മരിച്ചു വീഴുന്നു. ജീവിക്കാനുള്ള അവകാശം ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കുമുള്ളതാണ്. പക്ഷേ ചില തലമുറകൾ ഇങ്ങനെ ഇല്ലായ്മയിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലെങ്കിലും പ്രതികരിച്ചേ പറ്റും. അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ഒരു നിലപാട്, നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളത് പ്രകടിപ്പിക്കണം. ഫുട്ബോളിൽ എന്നല്ല, മറ്റുള്ള കാര്യങ്ങൾ, വിനോദങ്ങളിലുള്ള ഒരു ഐക്യം പോലും ലോകത്തിനാകമാനം ഭീഷണിയായിട്ടുള്ള, വരും തലമുറയ്ക്ക് ഇവിടെ വസിക്കാൻ കഴിയാത്ത രീതിയിൽ എങ്ങോട്ടാണ് ഈ യുദ്ധം പോകുന്നത്? ഒരു യുദ്ധവും വിജയിച്ചിട്ടില്ല. ഒരു യുദ്ധത്തിലും ആരും വിജയിക്കുന്നില്ല. ഫുട്ബോളിൽ നമുക്ക് സ്കോർ നിർണ്ണയിക്കാം, രാജ്യങ്ങളെ തീരുമാനിക്കാം ആര് വിജയി എന്ന്. യുദ്ധത്തിൽ അതില്ല. യുദ്ധത്തിൽ അവർക്ക് പറയാം ഞങ്ങൾ വിജയിച്ചു. എങ്ങനെയാണ് അവർ വിജയിക്കുന്നത്? ആയിരക്കണക്കിന് വരുന്ന അവരുടെ ഭടന്മാർ, അവരുടെ യോദ്ധാക്കൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ അവരെങ്ങനെ വിജയിക്കുന്നു? ഒരാളെങ്കിലും അവരുടെ കൂട്ടത്തിലുള്ള മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ വിജയിക്കുന്നു? വിജയമില്ല. യുദ്ധത്തിൽ ഒരിക്കലും വിജയമില്ല. അതിന് സ്കോർ ഇല്ല. സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു വാക്കെങ്കിലും സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ. നിങ്ങൾ പറയണം, വരും തലമുറയ്ക്ക് ഇവിടെ വസിക്കണം. ഇനിയും എത്രയോ തലമുറകൾ ഇവിടെ വന്നു പോവാനുള്ള, ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ ഭൂമിയിൽ ജനിച്ചാൽ അവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ്. അധിനിവേശം നല്ലതല്ല. യുദ്ധമെല്ലാം കച്ചവടമാണ്. ഓരോരുത്തർക്കും, പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അതറിയാം. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലുള്ള കൂട്ടായ്മ, യൂണിറ്റി, യുദ്ധം വേണ്ട എന്ന കാര്യത്തിൽ മാത്രം വരുന്നില്ല എന്ന സങ്കടം മാത്രം. വരും കാലങ്ങളിലും ജനങ്ങൾ മാറി ചിന്തിക്കട്ടെ, ലീഡേഴ്സ് മാറി ചിന്തിക്കട്ടെ. യുദ്ധമില്ലാതെ, കോമ്പറ്റീഷൻ അല്ല, കൊളാബറേഷൻ ആണ് വേണ്ടതെന്ന് ബിസിനസ്സിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇനിയുള്ള രാജ്യങ്ങളും തമ്മിൽ പറയേണ്ടത് അത് തന്നെയല്ലേ? കോമ്പറ്റീഷൻ അല്ല, കൊളാബറേഷൻ ആണ് വേണ്ടത്. ഇത്രയും വികസിതമായിട്ടുള്ള ഈ AI കാലഘട്ടത്തിൽ വളരാൻ, പുതിയ തലമുറക്ക് വസിക്കാൻ എത്രത്തോളം അനുകൂലമായിട്ടുള്ള ഒരു ഭൂമിയാണ് ഇവിടെയുള്ളത്. എന്തിനു നശിപ്പിക്കുന്നു? സാവസിച്ചൂടെ സമാധാനമായി? അതിൽ വിഭാഗീയത കാണിക്കേണ്ടതുണ്ടോ? ഭാഷയുടെ പേരിലോ കളറിന്റെ പേരിലോ? എന്തിനു വിഭാഗീയത? ആർക്കാണ് നേട്ടം? നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ, ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയം സമാധാനത്തിലാണ്. നിങ്ങൾക്ക് സമാധാനം വേണോ? മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും സമാധാനം? ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. സോ പ്ലീസ്, യുദ്ധം വേണ്ട ഒരു രാജ്യങ്ങളും, വിഭാഗീയത വേണ്ട ഒരു രാജ്യങ്ങളിലും. എനിക്ക് പറയാനുള്ളത് പുതുതലമുറകളാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഭാവി തലമുറകൾക്കും ഈ ഭൂമിയിൽ ഇനിയും വസിച്ചേ പറ്റൂ. ഈ ഭൂമിയിൽ ഇനിയും മുന്നോട്ട് പോയേ പറ്റൂ. പ്രതികരിക്കുക. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സമാധാനപരമായി, സമാധാനത്തിന് വേണ്ടി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. കാരണം ഈ ലോകം നിങ്ങളുടേത് മാത്രമല്ല, വരാനിരിക്കുന്നവരുടെ കൂടെയാണ്. ഈ ലോകം എൻ്റെ ജീവിതം കഴിയാറായി എന്ന് കരുതി
അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ലീഡേഴ്സ് അല്ല നമുക്ക് വേണ്ടത്. വരും തലമുറക്കും കൂടെ അവസരമുള്ളതാണ് എന്ന തിരിച്ചറിവാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, യുദ്ധമില്ലാത്ത ഒരു ലോകം, അക്രമങ്ങളില്ലാത്ത ഒരു ജനത എത്ര മനോഹരമായിരിക്കും? നമുക്കും ആഗ്രഹിച്ചൂടെ, പ്രവർത്തിച്ചൂടെ? ഇതിനു വേണ്ടിയായിരിക്കട്ടെ ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ പ്രവൃത്തികൾ. വിവിധ രാജ്യക്കാർ, വിവിധ മതസ്ഥർ, വിവിധ കൾച്ചർ, ഇതെല്ലാം ഒത്തുചേർന്നിട്ടുള്ള മനോഹരമായ UAE ദുബൈനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മാതൃകയാക്കണം ഈ രാജ്യത്തെ, മാതൃകയാക്കണം ഈ രാജ്യത്തെ ലീഡേഴ്സിനെ. സമാധാനം നമുക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ലഭിക്കണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർ. അതല്ലേ യഥാർത്ഥ ദുബായ്? ഇതല്ലേ ലോകം മാതൃകയാക്കേണ്ടത്? 100-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ളവർ, വിവിധ മതസ്ഥർ, വ്യത്യസ്ത ചിന്താഗതിക്കാർ എത്ര തന്മയത്തോടുകൂടി, എത്ര സമാധാനത്തോടു കൂടിയാണ് ഇവിടെ UAE ദുബായിൽ വസിക്കുന്നത്. നന്ദി പറയണം ഈ ഒരു സംവിധാനത്തോട്, ഇവിടുത്തെ ലീഡേഴ്സിനോട്, ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തോട്. മാതൃകയാക്കിക്കൂടെ നമുക്ക്? UAE, വൺ വേൾഡ്, നോ വാർ, ടുഗദർ ഫോർ പീസ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.